ഒക്കെ നമ്മൾ പോകുന്നത് ഒരു സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലേക്ക്. സമാനതകളില്ലാത്ത ഒരു സമര പോരാട്ടത്തിന്റെ 80ാം വാർഷിക വേളയിലാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് സുശക്തമായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കായിരുന്നു അന്തിക്കാട് സമരത്തിൽ. അതെ 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 തൊഴിലിനും കൂലിക്കും വേണ്ടി നടത്തിയ ആ സമരം തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കൂടിയാകുന്നു. സമര ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമ്മൾ പെട്ടെന്ന് കടന്നു പോകുന്നു. എന്താണ് അന്തിക്കാട്? ആയിരത്തി 1940കളുടെ തുടക്കം. രാജ്യം സ്വതന്ത്രമാകുന്നതിനും മുൻപേ ത്യാഗോജ്വലമായ ഒരു സമര പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട് തൃശ്ശൂരിലെ അന്തിക്കാടിന്. തൊഴിലിനും കൂലിക്കും വേണ്ടി പടപൊരുതിയ ചെത്തു തൊഴിലാളികളുടെ സമരം. ആ കരാറുകാരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് വേണം നമുക്ക് കൂലി കിട്ടുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും വേണ്ടി. അവരുടെ എന്താ പറയുക മുഷ്കും പോലീസിൻ്റെ മുഷ്കുമൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ തരുന്ന കൂലി വാങ്ങുന്നു തൊഴിലെടുത്തിരുന്നൊരു വിഭാഗമായിരുന്നു. ചൂഷണങ്ങളിൽ ചെത്തു തൊഴിലാളികൾ സഹികെട്ടു. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. പി കൃഷ്ണപിള്ള ഇടപെട്ട ജോർജ് ചടയമുറിയെ അന്തിക്കാട്ടേക്ക് അയച്ചു. അസംഘടിതരായ തൊഴിലാളികൾ സംഘടിച്ചു. രഹസ്യമായിട്ട് ഓരോ വീട്ടിലും ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ച് രാത്രിയിൽ കമ്മിറ്റികൾ കൂടിയ ഇവര് ഇന്ന് തൊഴിൽ ചെയ്യുന്നതിൻ്റെ ആ അവകാശം വാങ്ങിക്കാനുള്ള ബോധം അവരിൽ ഉണ്ടാക്കി കൊടുത്തത് ചടയമുറിയാണ്. അങ്ങനെ സമരം കത്തിക്കയറി. തൊഴിലാളികളെ എക്സൈസും പോലീസും വേട്ടയാടി. പിന്നാലെ പട്ടാളം ഇറങ്ങി. രക്തസാക്ഷികളായവർ നിരവധി, ജീവച്ഛവങ്ങളായവരുമേറെ. എല്ലാ വീടുകളിലും പോലീസ് കയറിയിറങ്ങണം. രാത്രി പകലും അങ്ങനൊരു വ്യത്യാസമില്ലാതെ. എൻ്റെ അച്ഛനെ അന്വേഷിച്ച് പോലീസ് കൂടെ ഒരിക്കൽ രാത്രി വന്ന് ഇവിടെ ഒന്ന് വാതിൽ ചവിട്ടി. അവിടെ നിന്ന് അമ്മേനെ അവർ വിളിച്ചുകൊണ്ട് വലിച്ചിട്ടു. അവിടെ നിന്ന് ആൾക്കടിയിൽ നിന്ന് അത് മോശമായുള്ള ഭാഷ ഉപയോഗിച്ചിട്ട്. പിൽക്കാലത്ത് അന്തിക്കാട് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരുടെ സിരകളിലും ആ സമരം ഇന്നും ജ്വലിക്കുന്നുണ്ട്. ഒരു ജനതയാകെ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ അത്യപൂർവവും കേൾക്കുന്തോറും ആവേശകരവുമായിട്ടുള്ളൊരു അനുഭവമാണ് അന്തിക്കാട്ടെ ചെത്തൊഴിലാളി സമരം. പുതിയ തലമുറയെ ആ ചരിത്രബോധം കൂടുതൽ കടുത്തോടെ പഠിപ്പിക്കേണ്ടതുണ്ട്. ചരിത്രം വിസ്മരിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു കാലത്ത് ആ ചരിത്രം പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. സമരത്തിന്റെ തീക്കാറ്റ് വീശിയിരുന്ന നാട്ടിൽ പിന്നീട് കെ കരുണാകരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ വേരൂന്നിയെന്നതും ചരിത്രം. തൃശ്ശൂരിൽ നിന്നും അഭിത്തുനൊപ്പം അശ്വിൻ പാലാഴി, 24.